നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ മറ്റും വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ച് ഐ മിസ് യു എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ വ്യക്തിയുടെ അഹങ്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ അത് വളരെയധികം കുറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തികച്ചും പലതരത്തിലുള്ള വെല്ലുവിളികളാണ് ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുമായി പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ആയിരുന്ന സമയത്ത് പലതരത്തിലുള്ള നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഈ വ്യക്തിക്കുണ്ടായിരുന്നു. ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ വ്യക്തി കടുത്ത മദ്യപാനിയോ അല്ലെങ്കിൽ പുകവലിയോ മറ്റെന്തെങ്കിലും മോശപ്പെട്ട പ്രവർത്തികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കമിതാക്കളാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ കൂട്ടുകാർക്ക് കൂടുതലും പ്രാധാന്യം കൊടുത്ത് അവർ പറയുന്നതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നിങ്ങൾക്കൊട്ടും തന്നെ പ്രാധാന്യം തരാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്തിരുന്ന ഒരു സമയമായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു എനർജി എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ മാനസികവും ചിന്തകളിലുമുള്ള ആ ഒരു അഹങ്കാര രീതി, അഹങ്കാരത്തിന്റെ ഊർജം ഇവിടെ പരിപൂർണമായി ഇല്ലാണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അഹങ്കാരപരമായിട്ടുള്ള സ്വഭാവ രീതികൾ ഈ വ്യക്തിയുടെ ചിന്തകളിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ വ്യക്തിക്ക് നിങ്ങളോട് ആദ്യമായി സ്നേഹത്തിലായിരുന്ന സമയത്തൊക്കെ ഈ വ്യക്തിയുടെ വികാരങ്ങളോ ദേഷ്യം, വാശി, ഒച്ചയിൽ ഷൗട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളൊക്കെ ഈ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്നും മോശപ്പെട്ട അവസ്ഥകൾ അല്ലെങ്കിൽ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ വ്യക്തി ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിട്ടും, എന്നാൽ ഈ വ്യക്തിയെ ഏതോ ഒരു സ്ത്രീ കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥയായിട്ടും കാണിക്കുന്നുണ്ട്. കൈകളിൽ വാളേന്തിയിരിക്കുന്ന ആ ഒരു ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജിയിൽ ഇരിക്കുന്ന സ്ത്രീയാണ് ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി ആരാണ് എന്നുള്ളത് ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന 95% പ്രേക്ഷകർക്കും അറിയാം. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ അമ്മയാകാം, മുൻ കാമുകനോ കാമുകിയോ ആകാം. അങ്ങനെ നിരന്തരമായിട്ടുള്ള എനർജികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി പറയുന്നത് പോലെയാണ് ചില കാര്യങ്ങൾ ഈ പേഴ്സൺ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നത് പോലെ അത് ഇഷ്ടം കൊണ്ട് അനുസരിക്കുന്നതല്ല, ഈ വ്യക്തിയുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടും അങ്ങനെ അനുസരിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയും ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിവർത്തികേട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു മോശ സമയത്ത് ഈ വ്യക്തി വഴിമാറി സഞ്ചരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് ഈ വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു എനർജി എന്ന് പറയുന്നത്. നിങ്ങളാണെങ്കിൽ അതൊന്നും വകവെക്കാതെ നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥ സ്നേഹം എപ്പോഴും തുറന്നു കാട്ടുവാനും പ്രകടിപ്പിക്കാനും തന്നെയാണ് നിങ്ങളും ആഗ്രഹിച്ചിരുന്നത് മാത്രമല്ല പ്രവർത്തിച്ചിരുന്നതും.
പക്ഷെ ആ ഒരു ഘട്ടത്തിലാണെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും ഈ വ്യക്തി പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും നിങ്ങളോട് മനസ്സ് തുറക്കാതെ പെരുമാറുകയും അകൽച്ച പാലിച്ച് നിൽക്കുകയും ഇഷ്ടമില്ലാത്ത രീതിയിൽ ചില സമയങ്ങളിൽ റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ചില കാരണങ്ങളാൽ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം നമുക്കിവിടെ നിന്നും വ്യക്തമാകുന്നുണ്ട്. അത് കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റ് പാപ ദുരിതങ്ങളുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ വ്യക്തിയുടെ കണ്ണ് കെട്ടിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ പുറമേയുള്ള സൗന്ദര്യമോ മനസ്സിന്റെ പാതിവൃത്യമോ ഇതൊന്നും ഈ വ്യക്തിക്ക് കാണാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ വ്യക്തി മറ്റാരുടെയൊക്കെയോ കൺട്രോളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ വ്യക്തി ഒറ്റപ്പെട്ടപ്പോൾ, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അത്രത്തോളം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. ഈ വ്യക്തിയുടെ മുന്നിൽ സ്നേഹത്തിന് വേണ്ടി യാചിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തികൾ നിങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും കുറച്ച് ദൂരേക്ക് മാറി നിൽക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്കോ ബ്രേക്കപ്പിലേക്കോ പോയിട്ടുണ്ടാകണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ല തീരുമാനമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ കാർഡ്സിലൂടെ വ്യക്തമാകുന്നത്. കാരണം അതിലൂടെ ഈ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള മോശപ്പെട്ട പ്രവൃത്തികളെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ വ്യക്തി ആരെയാണ് സ്നേഹിക്കേണ്ടത്, ആരെയാണ് വിശ്വസിക്കേണ്ടത്, എത്ര മനോഹരമായി ഈ ഒരു സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം എന്നിങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ വ്യക്തി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചിന്തിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സാരം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം വികാരപൂർണമായിട്ടുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതായത് വളരെയധികം വിഷമം വന്ന് പൊട്ടിക്കരയുന്ന ഒരവസ്ഥ, വിഷമിച്ച് മനസ്സിന് ഒരു ഉത്സാഹവും ഉന്മേഷവും ഇല്ലാത്ത അവസ്ഥ. നല്ല രീതിയിൽ കൂട്ടുകാരുമൊക്കെയായി സൗഹൃദം പങ്കിട്ട് ആസ്വദിച്ച് ആനന്ദിച്ച് നടന്നിരുന്ന വ്യക്തിയാണ് ഈ പേഴ്സൺ എങ്കിൽ ഇപ്പോൾ ഈ വ്യക്തി ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. ആരോടും സംസാരിക്കാനോ കൂട്ടുകൂടാനോ മനസ്സ് തുറന്ന് സംസാരിക്കാനോ ഒന്നും ഈ വ്യക്തി തയ്യാറാകുന്നില്ല. കാരണം നിങ്ങളുമായിട്ടുള്ള അത്തരം സാഹചര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലിട്ടുകൊണ്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു നല്ല സൂചനയെയാണ് കാണിക്കുന്നത്, നല്ല ഒരു അടയാളത്തെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ വിഷമിക്കുന്നുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ എന്നാണോ ഈ വ്യക്തിയിൽ നിന്നും അകന്നു തുടങ്ങിയത് അപ്പോൾ മുതൽക്ക് തന്നെ ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതിയ തുടക്കത്തെ തന്നെ തുടക്കം കുറിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മൊത്തമായിട്ടുള്ള എനർജി നമുക്ക് ലഭിക്കുന്നത്. ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ നിങ്ങളോട് യാതൊരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. മനസ്സിൽ സ്നേഹമുണ്ടായിരുന്നു, പക്ഷെ അത് പ്രകടിപ്പിക്കാനോ നിങ്ങളെ സംതൃപ്തിപ്പെടുത്താനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിരുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് അത്രത്തോളം അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ച് ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളോട് ഫീലിങ്സ് വന്നിരിക്കുന്നു, വികാരങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പ്രധാനമായും കാണാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുമായി ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് പൊട്ടിക്കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടും ലക്ഷണമായിട്ടും
ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോണ്ടാക്റ്റോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാലചക്രം അനുകൂലമായിക്കൊണ്ടിരിക്കുന്നതായിട്ടും ഈ വ്യക്തിയിൽ നിന്നും ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള സ്പ്രെഡാണ് കിട്ടിയിട്ടുള്ളത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.